നമസ്കാരം, മാസ്റ്റർ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വേഡിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ഷിഫ്റ്റ് പ്ലസ് ഹോം. ഷിഫ്റ്റ് പ്ലസ് ഹോം, ഷിഫ്റ്റ് കീയും ഹോം കീയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ടു ദി എൻഡ് ഓഫ് ദ ലൈൻ, ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. നമ്മുടെ കഴ്സറിൻ്റെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ ടെക്സ്റ്റും ഹൈലൈറ്റ് ചെയ്യുമോ? ടു ദി പ്രീവിയസ് ലൈൻ, മുകളിലേക്കുള്ള ലൈനിലേക്കാണോ പോകുന്നത്? ടു ദി നെക്സ്റ്റ് ലൈൻ, അതിന് താഴെയുള്ള ലൈനിലേക്കാണോ പോകുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമുക്ക് തന്നെ ഒന്ന് നോക്കാം. എൻ്റെ കഴ്സർ ഞാൻ ഇവിടെ വെച്ചു, അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തു, അതോടൊപ്പം തന്നെ ഹോം കീയും പ്രസ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ. നമ്മുടെ കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടെക്സ്റ്റും എന്തായി? ഹൈലൈറ്റ് ആയി. അപ്പം എന്താണ് ഷിഫ്റ്റ് പ്ലസ് ഹോം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹൈലൈറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കഴ്സറിൻ്റെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ ടെക്സ്റ്റുകളും ഹൈലൈറ്റ് ചെയ്യാനാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ചാർട്ട് വിച്ച് ഇല്ലുസ്ട്രേറ്റ് കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റംസ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? പൈ ചാർട്ടാണോ, ബാർ ചാർട്ടാണോ, കോളം ചാർട്ടാണോ? ഏത് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്? ബാർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈ ചാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ ഹോൾ, മൊത്തത്തിലുള്ളതിൻ്റെ ഒരു പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസിലെ ടൈറ്റിൽ കേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ചേഞ്ച് ഓൾ ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ലോവർ കേസ്, എല്ലാ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ലോവർ കേസിലേക്ക് ആക്കാനാണോ? ചേഞ്ച് ഓൾ ദ ടെക്സ്റ്റ് ടു ക്യാപിറ്റൽ ലെറ്റർ, എല്ലാ ടെക്സ്റ്റും ക്യാപിറ്റൽ ലെറ്ററിലാക്കാനാണോ? ക്യാപിറ്റലൈസസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ, സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ആക്കാനാണോ? ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഫസ്റ്റ് വേർഡ്, ഓരോ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയാണ് ടൈറ്റിൽ കേസ് യൂസ് ചെയ്യുന്നത്? ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് ഇൻ ദ സെലക്ഷൻ, അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടൈറ്റിൽ കേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടൈറ്റിൽ കേസിന് പകരം പുതിയ വേർഷനിൽ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. ഇൻ MS വേർഡ് there are dash alignments. വേർഡിൽ എത്ര അലൈൻമെൻറ്റ്സ് ആണുള്ളത്? 3, 4, 2, 1. എത്രയാണുള്ളത്? നമുക്കറിയാം. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ, അങ്ങനെ 4 അലൈൻമെൻറ്റ്സ് ആണുള്ളത്. ഫുട് നോട്ട്സ് ആർ ടൈപ്ഡ് ഇൻ. ഫുട് നോട്ട്സ് എവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ടൈപ്ഡ് ഇൻ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? സിംഗിൾ ലൈൻ സ്പേസിംഗ് യൂസ് ചെയ്താണോ? ഡബിൾ ലൈൻ സ്പേസിംഗ് ആണോ? ട്രിപ്പിൾ ലൈൻ സ്പേസിംഗ് ആണോ? നൺ ഓഫ് ദീസ് ആണോ? ഫുട് നോട്ട്സ് ടൈപ്പ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് A4 പേപ്പർ. A4 പേപ്പറിൻ്റെ സൈസ് എന്താണ്? 148 × 210 mm ആണോ? 210 × 297 mm ആണോ? 229 × 324 mm ആണോ? 297 × 420 mm ആണോ? ഏതാണ്? ഇതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. A4 പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 210 × 297 mm ആണ്. അടുത്തത്, ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ക്യാൻ ബി സീൻ ഓൺ ഡാഷ് മെനു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് ഏത് മെനുവിലാണ് വരുന്നത്? എഡിറ്റിംഗ് ആണോ, വ്യൂ ആണോ, ഇൻസേർട്ട് ആണോ, ഇല്ലുസ്ട്രേഷൻസ് ആണോ? ഏതിലാണ് ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു ഒക്കെ വരുന്നത്? എഡിറ്റിംഗ് മെനുവിലാണ്. ഏത് ടാബിൽ? ഹോം ടാബിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ ഈസ് കോൾഡ്. ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയുള്ള ഹൊറിസോണ്ടൽ ബാറിനെ പറയുന്ന പേരെന്താണ്? ടാസ്ക് ബാർ ആണോ, സ്ക്രോൾ ബാർ ആണോ, ടൂൾ ബാർ ആണോ, മെനു ബാർ ആണോ? ഏതാണ്? ടാസ്ക് ബാർ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഈസ് പ്രിൻറ്റഡ് ഓർ ടൈപ്പ് ലെങ്ത് വൈസ് ഈസ് കോൾഡ്. ലെങ്ത് വൈസ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാനായാലും ടൈപ്പ് ചെയ്യാനായാലും ഏതാ യൂസ് ചെയ്യുന്നത്? ലാൻഡ്സ്കേപ്പ് ആണോ, ജസ്റ്റിഫൈഡ് ആണോ, പോർട്രേറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ലെങ്ത് വൈസ് ആണെങ്കിൽ പോർട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വിഡ്ത്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുട് നോട്ട് കമാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ് ടാബ്. ഫുട് നോട്ട് കമാൻഡ് ഏത് ടാബിലാണ് കാണപ്പെടുന്നത്? ഇൻസേർട്ടിലാണോ, ഹോമിലാണോ, വ്യൂയിലാണോ, റെഫറൻസിലാണോ? ഏത് ടാബാണ്? റെഫറൻസ് ടാബിലാണ് നമ്മൾ ഫുട് നോട്ടും എൻഡ് നോട്ടും ഒക്കെ പഠിച്ചത്. നമ്മൾ എവിടെയാണ്? റെഫറൻസ് ടാബിലാണ് പഠിച്ചത്. അടുത്ത, ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ നമ്മൾ പേജ് നമ്പർ എവിടെയാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്? മെയിൽ മെർജിലാണോ, ലൈൻ സ്പേസിങ്ങിലാണോ, സ്പെൽ ചെക്കിലാണോ,
ഹെഡർ ആൻഡ് ഫൂട്ടർ ആണോ? എവിടെയാണ്? ഹെഡർ ആൻഡ് ഫൂട്ടറിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ എടുത്ത് അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഹെഡർ കൊടുക്കാം, ഫൂട്ടർ കൊടുക്കാം, പേജ് നമ്പർ കൊടുക്കാം. അടുത്തത് വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് വേർഡ് ഹെൽപ്പ്? ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ഏതാണ്? F6, F5, F1, F3 ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹെൽപ്പിന് വേണ്ടിയിട്ട് F1 ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ലൈൻ ബ്രേക്ക് ഇൻ വേർഡ്. ഒരു വേർഡിൽ MS വേർഡിലായാലും വേർഡ് ഡോക്യുമെൻറ്റിൽ ലൈൻ ബ്രേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് കെ ആണോ, ഷിഫ്റ്റ് പ്ലസ് കെ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത് ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ട്? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പേജ് ബ്രേക്ക് ആണ് നമ്മൾ കൺട്രോൾ പ്ലസ് എൻ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, ഡാഷ് ഹെൽപ്സ് ടു സേവ് എ ഡോക്യുമെൻ്റ് ഇൻ അനദർ നെയിം. ഒരു ഡോക്യുമെൻ്റ് മറ്റൊരു നെയിമിൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഓപ്പൺ ആണോ, സേവാസ് ആണോ, എഡിറ്റ് ആണോ, സേവ് ആണോ? നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് വേറൊരു നെയിമിൽ സേവ് ചെയ്യാനായാലും വേറൊരു ലൊക്കേഷനിൽ സേവ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? സേവ് ആസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ചേഞ്ച് കേസസ് അവൈലബിൾ ഇൻ MS വേർഡ്. MS വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ള ചേഞ്ച് കേസ് ഓപ്ഷൻസ് എത്രയാണ്? 4 ആണോ, 7 ആണോ, 5 ആണോ, 6 ആണോ? ഏതാണ്? 5 ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയാണ്? ടൈറ്റിൽ കേസ്, ഏതൊക്കെയാണ് വരുന്നത്? സെൻറ്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതുപോലെ തന്നെ ടോഗിൾ കേസ്. ഇത്രയുമാണ് വരുന്നത്. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് അല്ലെങ്കിൽ ടൈറ്റിൽ കേസ്. അടുത്തത് ഓപ്ഷൻ ഓഫ് മിനിമൈസ്, മാക്സിമൈസ് ആർ ക്ലോസ് ആൻഡ് ക്ലോസ് ആർ ലൊക്കേറ്റഡ് ഇൻ. മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ബട്ടൺസ് ഒക്കെ എവിടെയാണ് വരുന്നത്? മെനു ബാർ ആണോ, സ്റ്റാറ്റസ് ബാർ ആണോ, ടൈറ്റിൽ ബാർ ആണോ, ടാസ്ക് ബാർ ആണോ? എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ് വരുന്നത്. അടുത്തത്, to set the documents margin, indents and tab, dash bar is used. ഡോക്യുമെൻറ്റിൻ്റെ മാർജിനും ഇൻഡൻറ്റും ടാബും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റസ് ബാറാണോ, ടാസ്ക് ബാറാണോ, റൂളറാണോ, ടൈറ്റിലാണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? റൂളറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത, ഡാഷ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പേജസ്. നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോ കറക്റ്റ് ആണോ, ഗ്രിഡ് ലൈൻസ് ആണോ, ഷ്രിങ്ക് ടു ഫിറ്റ് ആണോ, മെയിൽ മെർജ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷ്രിങ്ക് ടു ഫിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത, ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ന്യൂ ടെക്സ്റ്റ് ഫോർ എക്സിസ്റ്റിംഗ്. ഇപ്പോൾ ഉള്ള ടെക്സ്റ്റിന് പകരം പുതിയ ഒരു ടെക്സ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം? ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു, ലൊക്കേറ്റ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? റീപ്ലേസ് ആണ് യൂസ് ചെയ്യുന്നത്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടെക്സ്റ്റിന് പകരം മറ്റൊരു ടെക്സ്റ്റിനെ ആഡ് ചെയ്യാനാണ് റീപ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ടു എംഫസൈസ് എ ലെറ്റർ യൂസ്. ഒരു ലെറ്റർ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. ഏത് യൂസ് ചെയ്യാം നമുക്ക്? ഓൾ ഓഫ് ദ എബോവ് ആണ്. എന്താ? ബോൾഡ് കൊടുത്താലും ഒരു ടെക്സ്റ്റിനെ എംഫസൈസ് ചെയ്യാം, ഇറ്റാലിക് കൊടുത്താലും എംഫസൈസ് ചെയ്യാം, അണ്ടർലൈൻ കൊടുത്താലും എംഫസൈസ് ചെയ്യാം. അടുത്തത്, ടാബ് സ്റ്റോപ്പ് മൂവ് ഡാഷ് സ്പേസ് ബൈ ഡീഫോൾട്ട്. ബൈ ഡീഫോൾട്ടായിട്ട് ഒരു ടാബ് സ്റ്റോപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പേസ് ആണ് അത് മൂവ് ചെയ്യുന്നത്? 0.25 ഇഞ്ച് ആണോ, 0.50 ഇഞ്ച് ആണോ, 0.75 ഇഞ്ച് ആണോ, 0.10 ഇഞ്ച് ആണോ? ഏതാണ്? 0.50 ഇഞ്ച് ആണ് മൂവ് ചെയ്യുന്നത്. ദ ഷോർട്ട് കട്ട് കീ ഓഫ് ദ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെൻറ്റ്. എന്താ? നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ പ്ലസ് അപ്പ് ആരോ ആണോ, കൺട്രോൾ പ്ലസ് പേജ് അപ്പ് ആണോ, കൺട്രോൾ പ്ലസ് ഹോം ആണോ, ആൾട്ട് പ്ലസ് ഹോം ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഹോം ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു സെലക്ട് ഫ്രം ദ ഇൻസേർഷൻ പോയിന്റ് ടു ദ സെയിം പൊസിഷൻ ഇൻ ദ പ്രീവിയസ് ലൈൻ. അതായത് നമ്മുടെ കഴ്സർ ഇവിടെയാണെങ്കിൽ ആ ഒരു കഴ്സർ ഇരിക്കുന്ന അതേ പൊസിഷനിൽ മുന്നിലത്തെ ലൈൻ വരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം? ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ, ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് അപ്പ് ആരോ, ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ? ഇതിൽ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത്, ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെക്ഷൻ ബ്രേക്ക്. സെക്ഷൻ ബ്രേക്കിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? പ്രീവിയസ്, ഓഡ് ഓർ ഈവൻ, കണ്ടിന്യൂസ്, നെക്സ്റ്റ് പേജ്. ഇതിൽ ഏതാണ് സെക്ഷൻ ബ്രേക്കിൽ വരാത്തത്? സെക്ഷൻ ബ്രേക്കും പേജ് ബ്രേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സെക്ഷൻ ബ്രേക്കിൽ വരുന്ന ഏതൊക്കെ? ഈവൻ, ഓഡ് പേജ് ഉണ്ട്, ഈവൻ പേജ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, നെക്സ്റ്റ് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ വരാത്തത് ഏതാണ്? പ്രീവിയസ് ആണ് അതിൽ വരാത്തത്. അടുത്തത്,
വേഡ് പ്രോസസ്സിംഗ് പാക്കേജ് അലോ യൂസേജ് ടു. വേഡ് പ്രോസസ്സിംഗ് പാക്കേജ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എഡിറ്റ് ടെക്സ്റ്റ് ആണോ, സേവ് ടെക്സ്റ്റ് ആണോ, പ്രിന്റ് ടെക്സ്റ്റ് ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? എന്താ? വേഡ് പ്രോസസ്സിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. അപ്പോൾ എന്താണ് വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. അടുത്ത ഫോണ്ട് സൈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ വേർഡ്. വേർഡിൽ സപ്പോർട്ട് ചെയ്യാത്ത ഫോണ്ട് സൈസ് ഏതാണ്? 12, 72.5, 533 ആൻഡ് 100.89. ഇപ്പോൾ 100.89 ആണ് വേർഡ് സപ്പോർട്ട് ചെയ്യാത്തത്. അടുത്ത ഹൗ മെനി വേസ് വി ക്യാൻ സേവ് എ ഡോക്യുമെൻറ്റ്. നമുക്ക് എത്ര രീതിയിലൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 3 ആണോ, 5 ആണോ, 6 ആണോ, 4 ആണോ? ഏതാണ്? 5 വേസിൽ നമുക്കൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാം. അടുത്തത് ഇൻ വേർഡ് ദ മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ്. മെയിലിംഗ് ലിസ്റ്റിനെ അറിയപ്പെടുന്ന, മെയിൽ മെർജിലെ മെയിലിംഗ് ലിസ്റ്റിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഡേറ്റ സോഴ്സ് ആണോ, ഷീറ്റ് ആണോ, സോഴ്സ് ആണോ, ഡേറ്റ ഷീറ്റ് ആണോ? ഏതാണ്? ഡേറ്റ സോഴ്സ് ആണ് ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെഷേഴ്സ് ടൂൾ ഇൻ MS വേർഡ് ഈസ് യൂസ്ഡ് ഫോർ. തെഷേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാമർ ആണോ, സ്പെല്ലിംഗ് ആണോ, സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? തെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗിവ് വേരിയസ് എഫക്റ്റ് ടു എ ഡോക്യുമെന്റ് ഈസ് കോൾഡ്. ഒരു ഡോക്യുമെന്റിന് പല രീതിയിലുള്ള എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫോർമാറ്റിംഗ് ആണോ, സ്റ്റോറിംഗ് ആണോ, എഡിറ്റിംഗ് ആണോ, ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? വേരിയസ് എഫക്റ്റ് കൊടുക്കുന്നതിനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു റൺ മാക്രോ ഇൻ MS വേർഡ് 2007. വേർഡിനകത്ത് മാക്രോസ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt+F9 ആണോ, Alt+F8 ആണോ, Ctrl+F8 ആണോ, Ctrl+F9 ആണോ? മാക്രോയുടെ ഷോർട്ട് കട്ട് കീ Alt+F8 ആണ്. അടുത്തത് അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ 2 ലെറ്റേഴ്സ് ഓർ വേർഡ് ഈസ് നോൺ ആസ്. രണ്ട് ലെറ്റേഴ്സോ വേർഡ്സിൻ്റെയോ ഇടയിലേക്കുള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ലീഡിംഗ് ആണോ, കേണിംഗ് ആണോ, സ്പേസിംഗ് ആണോ, ട്രാക്കിംഗ് ആണോ? ഏതാണ്? സ്പേസ് ബിറ്റ്വീൻ 2 ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് കേണിംഗ് എന്ന് പറയാം. എന്താണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്? അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ഓൾ ലെറ്റേഴ്സ് ഇൻ എ വേർഡ്. ഒരു വേർഡിലുള്ള എല്ലാ ലെറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ട്രാക്കിംഗ് എന്ന് പറയാം. കേണിംഗ് എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ലെറ്റേഴ്സിൻ്റെയും വേർഡ്സിൻ്റെയൊക്കെ ഇടയിലുള്ള സ്പേസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേണിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, ദ ഡയമെൻഷൻ ഓഫ് എ ലെറ്റർ ഇൻ പോർട്രേറ്റ് ഈസ്. പോർട്രേറ്റിലുള്ള ഒരു ലെറ്ററിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 8.5 ഇഞ്ച് ഇൻറ്റു 8.5 ഇഞ്ച് ആണോ, 11 ഇൻറ്റു 8.5 ഇഞ്ച് ആണോ, 8.5 ഇൻറ്റു 11 ഇഞ്ച് ആണോ, 11 ഇൻറ്റു 11 ഇഞ്ച് ആണോ? ഏതാണ്? 8.5 ഇൻറ്റു 11 ഇഞ്ച് ആണ്. അടുത്തത് MS വേർഡ്സ് ലാർജസ്റ്റ് ഫോർമാറ്റിംഗ് യൂണിറ്റ്. ഒരു MS വേർഡിനകത്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് യൂണിറ്റ് ഏതാണ്? പാരഗ്രാഫ് ആണോ, ലൈൻ ആണോ, ക്യാരക്ടർ ആണോ, പേജ് ആണോ? ഏതാണ്? പാരഗ്രാഫ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ലൈൻ ചെയ്യാം, ക്യാരക്ടർ ചെയ്യാം, പേജ് ചെയ്യാം. ഇത് ലാർജസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പേജ് ആണ്. അടുത്തത് ഷോർട്ട് കട്ട് കീ ഫോർ ഫുൾ സ്ക്രീൻ വ്യൂ. ഫുൾ സ്ക്രീൻ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+U+V ആണോ, Alt+U+V ആണോ, Alt+V+U ആണോ, Ctrl+V+U ആണോ? ഏതാണ്? Alt+V+U ആണ് ഫുൾ സ്ക്രീൻ വ്യൂവിനുള്ള ഷോർട്ട് കട്ട് കീ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ MS വേർഡ് ഈസ് കോൾഡ്. വേർഡിനകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാം? റിഡൻഡൻറ്റ് കോപ്പിയാണോ, സോഫ്റ്റ് കോപ്പിയാണോ, ബാക്കപ്പ് കോപ്പിയാണോ, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണോ? ഏതാണ്? ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്നത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു ഇൻസേർട്ട് പേജ് ബ്രേക്ക്. പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? Alt+Enter ആണോ, Ctrl+Enter ആണോ, Shift+Enter ആണോ, Shift+Ctrl+Enter ആണോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? പേജ് ബ്രേക്ക് ആണെങ്കിൽ Ctrl+Enter ആണ്, ലൈൻ ബ്രേക്ക് ആണെങ്കിൽ Shift+Enter ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം സൂം പെർസെൻറ്റേജ് സപ്പോർട്ടഡ് ബൈ MS വേർഡ് 2007. വേർഡ് 2007 സപ്പോർട്ട് ചെയ്യുന്ന മിനിമം സൂം പെർസെൻറ്റേജ് എത്രയാണ്? 10%, 15%, 25%, 4%. എത്രയാണ് മിനിമം? മിനിമം എന്ന് പറയുന്നത് 10%, മാക്സിമം എന്ന് പറയുന്നത് 500%, ഡീഫോൾട്ട് എന്ന് പറയുന്നത് 100% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചാർട്ട് യൂസ്ഡ് ടു ഷോ ദ ട്രെൻഡ് ഓവർ ടൈം. എന്താ? ഒരു ടൈമിനനുസരിച്ചുള്ള ട്രെൻഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? പൈ ചാർട്ടാണോ, കോളം ചാർട്ടാണോ, ലൈൻ ചാർട്ടാണോ, ബാർ ചാർട്ടാണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ലൈൻ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഫയൽ ഇൻ MS വേഡ്? MS വേഡിലുള്ള ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഫയൽ ഏതാണ്? ന്യൂ ആണോ, നോർമൽ ആണോ, ബ്ലാങ്ക് ആണോ, ജനറൽ ആണോ? ഏതാണ് ഡീഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? നോർമൽ ആണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്